ചിങ്ങമാസത്തിലെ ആദ്യ ഞായറാഴ്ചയായെന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത് റെക്കോർഡ് വിവാഹങ്ങൾ. 447 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ നടന്നത്. ദേവസ്വത്തിന് കീഴിൽ വിപുലമായ സൗകര്യങ്ങളായിരുന്നു ഒരുക്കിയിരുന്നത്. പുലർച്ചെ 4:10 മുതൽ വിവാഹങ്ങൾ തുടങ്ങി. ക്ഷേത്രം കിഴക്കേ നടയിൽ 1-ാം നമ്പർ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ MV ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ചിങ്ങമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഗുരുവായൂരപ്പന് മുന്നിൽ നടന്നത് കല്യാണ മാമാങ്കം. ആദ്യം 437 കല്യാണമാണ് ബുക്ക് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് രാവിലെ ആയപ്പോൾ അത് 447 ഉയർന്നു. ഒപ്പം ഉത്രാട പാച്ചിലിന് മുന്നേ ഗുരുവായൂരപ്പനെ തൊഴാനെത്തിയവരുടെ തിരക്ക് സംഗമിച്ചപ്പോൾ ഗുരുഭവനപുരിയിൽ തിരക്കോട് തിരക്ക്. തിരക്കുകളേറെ ഉണ്ടെങ്കിലും ചടങ്ങുകളെല്ലാം ഭംഗിയായി തന്നെ നടന്നു. മണിക്കൂറിൽ 60ഓളം വിവാഹങ്ങൾ വെച്ചാണ് നടന്നത്. വിവാഹത്തിന്റെ തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് 5 മണ്ഡപങ്ങൾക്ക് പുറമെ താൽക്കാലികമായിട്ട് 6ാമതൊരു മണ്ഡപവും സജ്ജീകരിച്ചിരുന്നു. ഞങ്ങള് 444 കല്യാണം രാവിലെ 4 മണിക്ക് കൃത്യം ആരംഭിച്ചു. ഞങ്ങൾ ദേവസ്വം ബോർഡ് നമ്പർ 1 ജീവനക്കാരും വിളക്ക് കൊടുത്തി. സാധാരണ 5 മണിക്കാണ്. ആ 5 മണി എന്ന് പറഞ്ഞാൽ 4 മണിയായി, 1 മണിക്കൂർ കൂട്ടി. എന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഈ കല്യാണങ്ങളെല്ലാം വിജയകരമായി പൂർത്തീകരിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും കഴിഞ്ഞ 2-3 ദിവസമായി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാം ആരോഗ്യവർക്കും പോലീസ് അതിൽ വലിയ സുസ്പർഹമായ പങ്കുവന്നു. എൻ്റെ ദേവസ്വം ബോർഡ് ജീവനക്കാരും ഒരാളില്ലാതെ എല്ലാവരും ഈ കല്യാണത്തിന്റെ ആരോഗ്യത്തിന് വന്നു ചേർന്നു. വിവാഹ സംഘത്തിൽ ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേർക്ക് മാത്രമേ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് മണ്ഡപത്തിന് പുറത്തുനിന്ന് വിവാഹം കാണുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരുന്നത്. തിരക്കിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ ഇന്നുണ്ടായിരുന്നില്ല. തിരക്ക് നിയന്ത്രിക്കാൻ ക്ഷേത്രത്തിനകത്തും പുറത്തും ദേവസ്വം സെക്യൂരിറ്റിയെ കൂടാതെ മഫ്തിയിൽ പോലീസിനെയും വിന്യസിച്ചിരുന്നു. ക്ഷേത്ര പരിസരത്ത് പ്രത്യേക മെഡിക്കൽ സംഘവും ഉണ്ടായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.